ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചില്ലി ബീഫ് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ബീഫാണ്. അപ്പം ബീഫിൻ്റെ സ്റ്റേക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞ് നമുക്ക് കിട്ടും. പിന്നെ ഇതിനെ നീളത്തിൽ ഇങ്ങനെ സൈഡ് ചരിച്ച് അരിഞ്ഞ് വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് കനക്കുറവായിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടിക്കും കൂടെ കഴിക്കേണ്ടതായതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഉപയോഗിച്ചത്. പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ സോയാ സോസാണ്. പിന്നീട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, 1 ടീസ്പൂൺ കോൺഫ്ലോർ എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പകുതി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഫ്ലേവറുകളെല്ലാം ഈ ബീഫിലേക്ക് മിക്സ് ആവും. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് സോയാ സോസും കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. അന്നേരം ഈ കോൺഫ്ലോറിൻ്റെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നല്ല സ്മൂത്തായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കേണ്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ആവശ്യമില്ല നമുക്ക്. പിന്നെ നമ്മളിത് കറിയിലേക്ക് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ടങ്ങ് കുറുകി തിക്കാവും. അതുകൊണ്ടാണ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കിതിനെ സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ബീഫിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് എണ്ണയൊന്നും നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ ഏത് എണ്ണ വേണേലും ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ, കുറച്ച് ഒരു 10 ml പോലും ഇല്ല ഇത്. എന്നിട്ട് ഇതിനെ നമുക്ക് ഈ പാത്രം ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി എല്ലായിടത്തും ഓയിൽ എത്തത്തക്ക രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ പീസ് ബീഫ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസസും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നിരത്തി വെക്കണം. ഒരുപാടുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ വളരെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ഇത് കുക്കായി വരും. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനതിനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ലതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പം തന്നെ നല്ല മണമാണ് വരുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർന്ന് ഫ്രൈ ആയതിൻ്റെ. ഇപ്പം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബീഫ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആ തവ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഞാൻ അധികം എണ്ണ ഉപയോഗിക്കുന്നില്ല. ഒലിവ് ഓയിലാണ് ഇപ്പോഴും ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഈ ചൈനീസ് പോലെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയല്ല നമ്മൾ ഉപയോഗിക്കാറ്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും കൂടെ ഇട്ട് കൊടുത്ത് ഇനി നമുക്കതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനെ ഇങ്ങനെ ചൈനീസ് വിഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം നമുക്ക് ആ വെജിറ്റബിളിൻ്റെയൊക്കെ ഫ്രഷ്നെസ്, ആ കളർ അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും, നല്ലോണം വാടി കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി നമുക്ക്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പുള്ളിക്കാരിയാണ് ഇതിലേക്ക് ഗ്രേവിയൊക്കെ ചേർത്ത് തരുന്നത്. പിന്നീട് നമ്മൾ ഇതിലേക്ക് കെച്ചപ്പ് 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിപ്പം നോക്കുമ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഗ്രേവി എല്ലാം ഇതിലുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ഇച്ചിരി ലൂസായിട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല.
കണ്ടോ ഇപ്പം നല്ല തിക്കായിട്ടാണ് നമുക്ക് ഈ ഗ്രേവി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയുമായിട്ട് ബീഫ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഉള്ളതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് നല്ല സൂപ്പർ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് ഡ്രൈ ആക്കി എടുത്ത്, ഒരുപാട് വെള്ളമൊന്നുമില്ല. പിന്നെ നല്ല മണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എളുപ്പത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നമ്മൾ ഒരുപാട് എണ്ണയോ നെയ്യോ ഒന്നും ഇതിനകത്തിലില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊരു കറി ചപ്പാത്തിക്കോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണിത്. പിന്നെ എരിവ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കുരുമുളക് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഈസി ബീഫിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.